ചേട്ടാ നമസ്കാരം. ഇപ്പോ നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിന് ഒരുപാട് ട്രേഡിംഗ് റൂട്ടുകളുണ്ട്. ഈ ട്രേഡിംഗ് റൂട്ടുകളൊക്കെ നമ്മുടെ രാജ്യത്തിന് ഉണ്ടെങ്കിലും നമ്മുടെ രാജ്യം റഷ്യയുമായിട്ട് എണ്ണ വ്യാപാരമൊക്കെ ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. പക്ഷെ എങ്കിലും നമ്മുടെ രാജ്യം റഷ്യയുമായിട്ട് എണ്ണ വ്യാപാരം നടത്തുമ്പോഴും നമ്മുടെ രാജ്യം പല ട്രേഡുകളും നടത്തുമ്പോഴും എല്ലാം നമ്മൾ വളരെ ദുഷ്കരമായിട്ടുള്ള പാതകളാണ് എപ്പോഴും സ്വീകരിക്കുന്നത്. ഇപ്പോൾ റഷ്യയുടെ എണ്ണ നമ്മുടെ ഇന്ത്യയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തണമെങ്കിൽ പോലും ലോകം മുഴുവൻ കിടന്ന് കറങ്ങേണ്ട ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. ഇപ്പൊ സകല തുറമുഖങ്ങളിലും നമുക്ക് ലാൻഡ് ചെയ്യേണ്ടി വരും, മദർ പോർട്ടുകളിലും പോവേണ്ടി വരും, അവിടെ ടാക്സ് കൊടുക്കേണ്ടി വരും, അവരുടെ സീ റൂട്ടുകൾ എടുക്കേണ്ടി വരും, അങ്ങനെ സകല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് ഒരു തടയിടാനായിട്ട് ഇന്ത്യ പല നീക്കങ്ങളും നടത്തുന്നുണ്ട്. അതിൽ ഒരു നീക്കമായിരുന്നു ഇന്ത്യ ബംഗ്ലാദേശിൽ ഒരു തുറമുഖം നമ്മൾ സ്വന്തമാക്കിയത്. രണ്ടാമത് നമ്മൾ ഇറാനിൽ ചബഹർ തുറമുഖം നമ്മൾ 10 വർഷത്തേക്ക് പാട്ടത്തിനെടുത്തു. ചബഹർ തുറമുഖം നമ്മൾ 10 വർഷത്തേക്ക് പാട്ടത്തിന് എടുത്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ റഷ്യ നമ്മുടെ ജിയോ പൊളിറ്റിക്സ് നോക്കുമ്പോൾ ഇന്ത്യയുടെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് റഷ്യയിൽ നിന്ന് അസർബൈജാൻ, തജക്കിസ്ഥാൻ വഴി ഇറാനിലെ ചബഹർ തുറമുഖത്തിലേക്ക് നമുക്ക് ആ ചരക്കെത്തിച്ച് അവിടെ നിന്ന് നമുക്ക് ഗുജറാത്തിലെ മുദ്ര പോർട്ടിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ഇങ്ങനെ ഒരു പോർട്ട് ഇറാനിൽ വന്നപ്പോ വലിയ തിരിച്ചടി ലോക രാജ്യങ്ങൾക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ഇറാനിൽ ഇപ്പോൾ വലിയ യുദ്ധമാണ്, ഇസ്രായേൽ ഇറാൻ യുദ്ധം. നേരെ ബംഗ്ലാദേശിലേക്ക് പോകും. ബംഗ്ലാദേശിലും നമ്മൾ നമ്മുടെ ട്രേഡിംഗ് റൂട്ട്സ് സുഗമമാക്കാൻ, അതായത് ഇപ്പൊ 100 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ച് റഷ്യയിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ ഇറാനിൽ ചബഹർ തുറമുഖം വന്നതോടുകൂടി മുകളിൽ രണ്ട് രാജ്യങ്ങളുമായി കൂടെ നമ്മൾ ഡീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ 100 കിലോമീറ്റർ 50 കിലോമീറ്റർ ആക്കി നമ്മൾ കുറഞ്ഞു. പക്ഷേ ഇറാനിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ്. പിന്നിൽ അമേരിക്കയാണ്. ഈ അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യക്കെതിരെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒന്ന് ഞെരുങ്ങുന്നുണ്ട്, മൂളുന്നുണ്ട്, ചെറിയ ചെറിയ പ്രസ്താവനകളൊക്കെ എതിരെ ഇറക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ ഒരു കലാപം. അപ്പൊ നമ്മുടെ രണ്ട് തുറമുഖങ്ങളുള്ള, നമ്മൾ പാട്ടത്തിനെടുത്ത രണ്ട് തുറമുഖങ്ങളുള്ള രാജ്യങ്ങൾ കലാപ കലുഷിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നിൽ അമേരിക്കയാണെന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത് ഇന്ത്യ ഒരു വഴി വെട്ടാനായിട്ട് പോവുകയാണ്. അതാണ് വഖാൻ ഇടനാഴി എന്ന് പറയുന്ന വഴി. ഈ വഴി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾക്ക് പാക് അധീന കശ്മീർ വേണം, അഫ്ഗാനിസ്ഥാന്റെ സഹകരണം വേണം. അതിന് പിന്നിൽ നമുക്ക് വളരെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? നമ്മളെ കൊണ്ട് അതിന് സാധിക്കും? ധനുഷ് പറഞ്ഞത് ഒരു വലിയ പോയിന്റ് തന്നെയാണ്. ഇപ്പോ പൊടുന്നനെയാണ് നമുക്ക് എതിരെ ഈ അടുത്ത കാലത്ത് ഒരു വർഷത്തിനിടയിലാണ് നമ്മുടെ ചുറ്റോട് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഒന്ന് ശ്രീലങ്കയിൽ ഉണ്ടാകുന്നു, അത് ഒരു ചൈനയാണെന്ന് പറയാം, പിന്നെ മാലി, ഇവിടെ എല്ലാം പ്രശ്നങ്ങൾ ഒതുക്കി വന്നപ്പോഴാണ് പെട്ടെന്നാണ് ബംഗ്ലാദേശിൽ ഈ ഒരു വലിയ കലാപം ഉണ്ടാകുകയും സംഘർഷം ഉണ്ടാകുകയും ഒക്കെ ചെയ്യും. എപ്പോഴാണ് ഈ സംഘർഷം ഉണ്ടായത് എന്നുള്ള ആ സമയം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ ധനുഷ് നേരത്തെ സൂചിപ്പിച്ച ഈ ചബാർ തുറമുഖം ഇന്ത്യക്ക് ഇറാൻ കൈമാറിയതിനു ശേഷമാണ് ഇത്. പക്ഷേ ഇന്ത്യ അതിന് മുൻപ് തന്നെ ഒരു വലിയ നീക്കം നടത്തി. കാരണം ഈ നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം അദ്ദേഹം ചെയ്തൊരു കാര്യം, ഈ വലിയ വൻകിട ശക്തികളുടെ കീഴിലെ പണിയാളായിട്ട് പോകാനല്ല അദ്ദേഹം ശ്രമിച്ചത്. ഇന്ത്യക്ക് പ്രാധാന്യമുള്ള ഒരു സഖ്യങ്ങൾ പലയിടത്തും രൂപീകരിച്ചു. പോർട്ട് സഖ്യമായാലും പല സഖ്യമായാലും അങ്ങനെ രൂപീകരിച്ചാണ് അദ്ദേഹം മുൻപോട്ട് പോയത്. ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ അദ്ദേഹം നടത്തിയ ഒരു വലിയ നീക്കം, ഒരു പഴയ സഖ്യത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്നൊരു നീക്കമായിരുന്നു അദ്ദേഹം നടത്തിയത്. നമുക്ക് 10-22 വർഷം മുമ്പ് നമുക്കൊരു സഖ്യമുണ്ടായിരുന്നു. ഇറാന്, റഷ്യ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, ഈ 4 പേര് ചേർന്ന ഒരു സഖ്യമുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് ഇതുപോലുള്ള വലിയ ട്രേഡിങ്സ് ഒന്നും നമുക്കില്ലായിരുന്നു. നമ്മൾ അന്നേരം എണ്ണയൊന്നും ഇതുപോലെ റഷ്യയുടെ നിന്ന് വാങ്ങുന്നില്ലായിരുന്നു. അങ്ങനെ വലിയ ഇറാനിൽ നിന്നും പോലും നമ്മൾ വലിയ രീതിയിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നില്ല. പക്ഷെ അന്ന് ഈ ചബാർ തുറമുഖത്തിന്റെ ഒന്നും വലിയൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല എന്ന് മാത്രവുമല്ല, നമുക്ക് വലിയ ട്രേഡിങ്സും ഉണ്ടായിരുന്നു. അതിനുശേഷം അഫ്ഗാനിസ്ഥാൻ ആകപ്പാടെ കുളവായി പോവുകയും ഒക്കെ ചെയ്തതിനു ശേഷമാണ് നമ്മളുടെ ആ സഖ്യം ഇല്ലാതായത്. തകർന്നതല്ല, ഇല്ലാതായിപ്പോയി. കണക്ഷൻ ഇല്ലെങ്കിൽ അതിന്റെ ആ ഒരു സഖ്യത്തിന് പ്രസക്തി ഇല്ലാതെ. പക്ഷെ അതിനുശേഷം മോദി അധികാരത്തിൽ കയറിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു കണക്ഷൻ രൂപപ്പെടുത്തിയെടുത്തത്. ഇങ്ങനെ ഒരു കണക്ഷൻ അദ്ദേഹം രൂപപ്പെടുത്തി എടുക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്തായെന്ന് വെച്ചാൽ, അന്ന് ഈ ചൈനയുടെ റോഡ് പദ്ധതി വരുന്നു, അതിനെതിരെയായിരുന്നു അദ്ദേഹം തുടങ്ങി വെച്ചത്. പക്ഷെ അദ്ദേഹം തുടങ്ങിയതിന് ശേഷം വലിയ നീക്കങ്ങളാണ് പിന്നീട് നടന്നത്. ഒരു റെയിൽ പദ്ധതി യൂറോപ്യൻ കൺട്രീസും ഗൾഫ് കൺട്രീസും ഇന്ത്യയായിട്ട് ചേർന്നുണ്ട്. ഗൾഫ് വഴി കയറിയിട്ട്, മിഡിൽ ഈസ്റ്റ് വഴി കയറിയിട്ട് നമ്മൾ യൂറോപ്പിലെത്തുന്ന ട്രെയിൻ സൗകര്യങ്ങൾ അത് വന്നിട്ട്. അപ്പൊ ഇവിടെ എല്ലാം ഈ അമേരിക്കയ്ക്ക് അത് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണത്.
അപ്പൊ ഉം. ആ ഒരു ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബംഗ്ലാദേശ് കലാപത്തിന് പിന്നിൽ അമേരിക്കയുടെ ഒരു വ്യക്തമായി മ്യാൻമാറിലും ബംഗ്ലാദേശിലും ഒക്കെ അത് വളരെ കാലമായിട്ട് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇറാനിൽ അവർ ചെയ്തത് എന്താണ്? ഇസ്രായേൽ ഓക്കെ അവർ നോട്ടമിട്ട ഒരാളെ ഇറാനിൽ വെച്ച് അവർ തീർത്തു. പക്ഷെ അവിടം കൊണ്ടല്ല, അമേരിക്ക അവിടെ പൊടുന്നനെ ഇടപെടുകയായിരുന്നു ചെയ്തത്. ഇടപെട്ടിട്ട് ഇറാനുമായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും പോകുന്നു. അതായത് അമേരിക്കയ്ക്ക് ഇറാന് ഉപരോധം പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. അമേരിക്കയ്ക്ക് ഒരു 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 അവസരം, ഒരു വാതിലാണ് ഇസ്രായേൽ തുറന്നിട്ട് കൊടുത്തത്, ഇറാനുമായിട്ട് സംസാരിക്കാനുള്ള ഒരു വാതിൽ. രണ്ടാഴ്ചക്ക് മുമ്പ് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ പറയുന്നത് കാര്യം, ഞങ്ങൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് സംസാരിക്കും, ശത്രുതയിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. അതായത് അമേരിക്കയ്ക്ക് അടുക്കാൻ കഴിയാതിരുന്നിടത്ത് ഇസ്രായേൽ കാരണം ഒരു വാതിൽ തുറന്നിട്ടു, ചർച്ചയ്ക്കായാലും ഉം. സംസാരത്തിനായാലും ഒക്കെ. ഇതുകൂടെ ലക്ഷ്യമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ടൊരു ബന്ധത്തിലേക്ക് പോകരുത് എന്നുള്ളത് ലക്ഷ്യമായിട്ടാണ്. പക്ഷെ അത് ഇറാൻ ഭരണകൂടം എത്രത്തോളം സ്വീകരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഇറാനെ സംബന്ധിച്ച് ഇപ്പോൾ റഷ്യയുടെ ഒരു കൂട്ട് വേണം, ഇന്ത്യയുടെ ട്രേഡിംഗ് വേണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ അവർക്ക് ഉം. മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കാരണം അമേരിക്കൻ നമ്പിക്കൊണ്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ പോകുന്ന പലതും ഗൾഫ് രാഷ്ട്രങ്ങൾ, അതായത് അവരുടെ സുഹൃത്ത് രാഷ്ട്രങ്ങൾ പോലും ഇപ്പൊ നടത്താറില്ല. ഇപ്പൊ സൗദി ആയാലും ഉം. കുവൈറ്റ് ആയാൽ പോലും ഇപ്പൊ അത് ആ ഒരു പരിപാടി ഇപ്പൊ അവർക്ക് പോലും ഇല്ല. അപ്പൊ പിന്നെ ഉം. സ്വാഭാവികമായിട്ട് ഇറാൻ അതിന് തയ്യാറായത്. പിന്നെ ഇറാൻ നന്നായിട്ട് അറിയാം, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഈ ഇസ്ലാമിക രാജ്യങ്ങളൊന്നും അവരെ സഹായിക്കാനായിട്ട് രംഗത്തെത്തത്തൊന്നുമില്ല. ഉം. കാരണം ഇത് സുന്നിയും ഷെയ്ഹാൻ തമ്മിലൊരു വിഷയം തന്നെയാണ്. അതും അവർക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഇവിടെ മറ്റ് ഇന്ത്യക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടിയത് എവിടെയാന്ന് വെച്ചാൽ ഈ താലിബാൻ അധികാരത്തിൽ കയറി. സ്വാഭാവികമായിട്ട് അതെ. താലിബാനെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല, നമ്മളെല്ലാവരും അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ഈ താലിബാൻ കയറിയിട്ട് ഈ താലിബാന്റെ ഭരണകൂടം ഇപ്പൊ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. കാരണം അവർക്ക് ഈ അതെ. ഭക്ഷ്യക്ഷാമം ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അവിടെ ഈ വികസനം എത്തിക്കാനായിട്ട് അവർക്ക് വലിയ, കാരണം ഒരുപാട് സ്കൂളുകളൊക്കെ ഈ യുദ്ധത്തിലും മറ്റൊക്കെ തകർന്നു പോയിട്ടുണ്ട്. അപ്പൊ സ്കൂളുകൾ, ഹോസ്പിറ്റലൊക്കെ ഇന്ത്യക്കും വലിയ താല്പര്യമുള്ള ഒരു സാധനമാണ്. കാരണം നല്ലൊരു ബിസിനസ് ആണത്. അപ്പോ അതിനു വേണ്ടിയിട്ട് അവര് ഇത് ചെയ്യുന്ന ഒരു സമയമാണ്. ഇവിടെയാണ് ഇന്ത്യ വേറൊരു നീക്കം ഈ അടുത്ത സമയം, കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നമ്മൾ അന്തർദേശീയ വാർത്തകൾ ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. നമ്മുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ചൈനയുമായിട്ട് വളരെ അടുപ്പം ഇതിലേക്ക് പോകുന്നു. നമ്മുടെ ലഡാക്കിലുള്ള ഒരു വലിയ അതിർത്തി പ്രശ്നത്തിൽ 31ാമത്തെ ചർച്ചയാണ് കഴിഞ്ഞ ആഴ്ച നടന്നത്. ഈ ഉം. 31ാമത്തെ ചർച്ചയിൽ വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് വരുന്നത്. വളരെ സൗമ്യമായിട്ട് തന്നെ ഇന്ത്യ പറയുന്നത് കേൾക്കാനും അത് അംഗീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഉം. കാരണം ചൈനയെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ അവരുടെ സൈനികർ, അവർക്ക് 6 അതിർത്തികളാണുള്ളത്, നമ്മളുമായിട്ട് മാത്രമല്ല. അവർക്ക് 6 രാജ്യങ്ങളോട് അതിർത്തി പങ്കിടുന്നു. അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. നമ്മളെക്കാൾ ഏറ്റവും പ്രശ്നം അവർക്ക് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന താജ് താജിക്കിസ്ഥാൻ ഉൾപ്പെടെ ഉള്ളിടത്ത് തജിക്കിസ്ഥാൻ. ഉയ്ഗൂർ മുസ്ലിങ്ങൾ, തജിക്കിസ്ഥാൻ ഉൾപ്പെടെ ഉള്ളിടത്ത് അതിർത്തികളൊക്കെ അവർക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നിന്നാണ് അവർ നമ്മുടെ നീണ്ടു നിവർന്ന് കിടക്കുന്ന അതിർത്തിയിലൊക്കെ അവരുടെ പട്ടാളത്തെ കൊണ്ട് ഇടേണ്ട ഒരു സാഹചര്യം വരുന്നത്. അതാണ് അവിടുത്തെ ഒരു വ്യവസായ പ്രമുഖൻ, ചൈനയുടെ ഒരു വ്യവസായ പ്രമുഖൻ പറഞ്ഞു, ഇന്ത്യയുമായിട്ട് ഞങ്ങൾക്ക് ആഹ്, വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. കാരണം ബ്രിട്ടീഷുകാർ പോയപ്പോൾ ഉം. അതിർത്തി നിർണ്ണയിച്ചിരുന്നില്ല, അതിന്റെ പേരിലുള്ള ഒരു തർക്കം മാത്രമേ ഉള്ളൂ, ഇരുന്ന് സംസാരിച്ചത് ശരിയാകാനുള്ളതേ ഉള്ളൂ എന്ന് പറയാനുള്ള കാരണം അത്. കാരണം ചൈനയെ സംബന്ധിച്ച് അവിടുന്ന് ഉം. പട്ടാളത്തിന്റെ സ്വാധീനം കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് അത് ഭയങ്കര ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പം ഉം. ഇതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴും മാറിയ ഒരു സാഹചര്യം, ചൈനയുടെ GDP റേറ്റ് ഒക്കെ താഴോട്ട് പോകുന്ന ഒരു സാഹചര്യം, സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ചൈന പോകുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് ചൈന ആ പദ്ധതി തന്നെ ഉപേക്ഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ചൈനയിൽ നിന്ന് ഒരു റോഡ് പോകുന്നുണ്ടല്ലോ, എന്താണ് അതിന് റോഡ്, റെഡ് ബെൽറ്റ്, അങ്ങനെ അതാണ് ചൈനയിൽ തോന്നുന്നത് അതിന് നിന്ന് പറയുന്നത്. പാക് അധീന കശ്മീരിലേക്ക് പോകുന്ന അതെ, ഇടനാഴിയാണ്. അല്ല, പാക് സാമ്പത്തിക അധിനിവേശ ഇടനാഴി. കാശ്മീർ, സാമ്പത്തിക ഇടനാഴി, പാക് അധിനിവേശ കാശ്മീർ വഴി അത് ആ. അഫ്ഗാനിസ്ഥാൻ വഴി കയറി ഇങ്ങനെ പോകുക സാധനം. അപ്പൊ അതെ, അതിപ്പോ അതെ. അവർ നിർത്തി വെച്ചിരിക്കുന്നു. കാരണം എന്ന് സിൽക്ക് വെച്ചാൽ ആ റോഡ്. പദ്ധതിയായിട്ട് മുമ്പോട്ട്, സിൽക്ക് റോഡ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യത ഒരു ഒട്ടുമില്ല ഇപ്പൊ. കാരണം ഉം. ഇതിനകത്ത് പണം മുടക്കേണ്ട രാജ്യങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് പാകിസ്ഥാനാണ് പണം മുടക്കേണ്ടത്. അവരുടെ ഇപ്പോഴത്തെ ഉം. അവസ്ഥ, പാകിസ്ഥാൻ പണം മുടക്കുന്നു. പിന്നെ ഈ ഇടനാഴി കടന്നു പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഈ ഖൈബർ പക്തൂൺ മേഖല എന്ന് പറയും പാകിസ്ഥാൻ, ഈ ബലൂചിസ്ഥാനൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ഖൈബർ പക്തൂൺ ഉം. മേഖല. ഉം. അവിടെ ചൈന ഈ റോഡ് പണിയാൻ തുടങ്ങിയപ്പോൾ മുതൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ചൈനയ്ക്ക് കിട്ടിത്തുടങ്ങി. കാരണം ഒരുപാട് ഉം. അവരുടെ ജീവനക്കാർ, എഞ്ചിനീയേഴ്സിനൊക്കെ കൊന്നൊടുക്കാൻ തുടങ്ങി. പാക് സൈനികർക്ക് നേരെ ഭയങ്കരമായ ആക്രമണം. ഈ അടുത്ത സമയത്ത് ഒരു 100 പാക് സൈനികർ കൊല്ലപ്പെട്ടു, 102 പേര്. അത് കൊല്ലപ്പെട്ടതും ഒക്കെ ഈ മേഖലയിലാണ്. അപ്പൊ ചൈനയ്ക്ക് എല്ലാം കൊണ്ടും തലവേദന. കാരണം പാകിസ്ഥാനിൽ ഈ റോഡ് പണിക്ക് പൈസ കിട്ടത്തില്ല, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പൈസ ഉം. കിട്ടത്തില്ല, ചൈന പൈസയും മുടക്കണം, ഇതിന് സുരക്ഷിതമായിട്ട് റോഡ് മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഈ ഒരു ഉം. സാഹചര്യത്തിൽ ഈ ചൈനയെ സംബന്ധിച്ച് ഇന്ത്യയുമായ ഒരു 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 ഫ്രണ്ട്ഷിപ്പിന്റെ രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ലാഭങ്ങളുണ്ട്. അതാണ് ചൈന നോക്കുന്ന ഒരു കാര്യം, പിടിച്ചു നിൽക്കേണ്ട തൽക്കാലം. ഇന്ത്യയെ സംബന്ധിച്ച് ഉം. അതാണ്. ഇവിടെയാണ് ഈ പാക് അധിനിവേശ കാശ്മീർ ഇമ്പോർട്ടന്റ്. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്,
എന്തിനാണ് ഈ ജയിലിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് നമ്മൾ തോളത്ത് വെക്കുന്നത്? അവിടെ അവന്മാരെ അതെ കൂടെ അതെ. കൂട്ടിക്കഴിഞ്ഞ് തീവ്രവാദികൾ കൂടില്ലേ? വല്ല ഗുണവുമുണ്ടോ ഇന്ത്യക്ക്? പക്ഷെ ഇന്ത്യക്ക് ഈ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി ഇന്ത്യക്ക് നേട്ടങ്ങളോട് നേട്ടങ്ങൾ തന്നെയാണുള്ളത്. ഉം, ഇതോടുകൂടി അമേരിക്ക ഭയന്നതുപോലെ ഈ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കും പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. കാരണം ഉം, ഇവിടുത്തെ വഴി ഒരു വലിയ പാത, ഒരു വലിയ ട്രേഡിങ്സിന്റെ വഴിയാണ് തുറന്നു കിട്ടുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉം, ഈ ആഹ്, അഫ്ഗാനിസ്ഥാന്റെ ബദഖ്ഷാൻ എന്ന് പറയുന്ന ഒരു പ്രവിശ്യ ഉണ്ട്, ബദഖ്ഷാൻ. ഈ ബദഖ്ഷാൻ ഉം, പ്രവിശ്യയിൽ പെടുന്നതാണ് ഈ പറയുന്ന വഖാൻ ഇടനാഴി എന്ന് പറയുന്നത്. ഈ വഖാൻ ഇടനാഴി വഴി ഇന്ത്യയിൽ ട്രേഡിംഗ് നടന്നിരുന്നതാണ്. ഇന്ത്യയിൽ ഉം, ട്രേഡിംഗ് നടന്നിരുന്ന സംഭവമാണ്. ഇവന്മാർ ഇത് പാക് ഉം, അധിനിവേശ കാശ്മീർ ആയതിനു ശേഷമാണ് ട്രേഡിംഗ് നിന്ന് പോയത്. അതുപോലെ തന്നെ ഉം. ഈ താജിക്കിസ്ഥാനുമായിട്ടും ഈ വഴി കണക്ട് ചെയ്യാൻ പറ്റും. താജിക്കിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് വ്യോമത്താവളമുള്ള ഒരു ഇടം കൂടിയാണ് താജിക്കിസ്ഥാൻ എന്ന് പറയുന്നത്. അത് അതെ അതെ ഇന്ത്യയുമായി അതെ അതെ അതെ. ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഈ അത് താജിക്കിസ്ഥാൻ. അത് ഭയങ്കര ഒരു ഇതിന്റെ പോയിന്റ് ആണ്. ബോർഡറിലാണ് ചൈന. ഇതിന്റെ ബോർഡറിലാണ് ചൈന കിടക്കുന്നത്. അതായത് ചൈനയുടെ ഒരു ശത്രു എന്ന് പറയാൻ പറ്റും. ചൈനയുടെ ശത്രു എന്നല്ല, അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഉയ്ഗൂർ മുസ്ലിംസ് ചൈനയിൽ നിന്ന് താജിക്കിസ്ഥാനിലാണ് ഇവരുടെ ഒരു കേന്ദ്രം ഉയ്ഗൂർ മുസ്ലിംസിനുള്ളത്. പിന്നെ തുർക്കി ഉം, തുടങ്ങിയ ഇടങ്ങളിലാണ് അവർക്കുള്ളത്. അപ്പോ ഈ താജിക്കിസ്ഥാനുമായിട്ട് ഇന്ത്യക്ക് വലിയ ബന്ധമുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് ഒരു ഉം, വഴി വെട്ടാൻ പറ്റും. അപ്പൊ ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീരും. ചൈനയ്ക്ക് അത് സൗകര്യപ്രദമായി. ഇപ്പൊ ചൈനയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആകെ ഇതിനകത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാക് അധിനിവേശ ഉം, കാശ്മീർ ഒരു മൂലയ്ക്കൂടെ ഒരു വഴി അവർക്ക് കൊടുത്താൽ മതി. ആ വഴിനകത്ത് ചൈനയുടെ ഉം, മാത്രമല്ല ഇന്ത്യക്കും കൂടെ ഉം, അവകാശപ്പെട്ട ഒരു പാത തുറക്കുക. ആ പാത തുറന്നാൽ അത് റഷ്യയിലേക്ക് നീളുന്ന ഒരു പാതയാണ്. അത് ഉം, ഇറാനിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിലേക്കുള്ള ഒരു പാതയാണ്. അതായത് ശരിക്കും ഉം, പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് വഴി റഷ്യ വഴി കറങ്ങി ഇന്ത്യ ചൈന വഴി വലിയൊരു പാതയാണ് വരുന്നത്. ഉം, ഇത് വന്നു കഴിഞ്ഞാൽ കപ്പൽ ഗതാഗതത്തിന്റെ പ്രാധാന്യം തന്നെ ചിലപ്പോൾ ഇല്ലാതായി പോകും. ഈ കപ്പൽ ഉം. ഗതാഗതമാണല്ലോ നമ്മുടെ രാജ്യത്തിന്റെ ട്രേഡിങ്സിൽ ഒരു വലിയ നഷ്ടം വരുന്നത്. അതായത് നമ്മൾ ഈ ചരക്ക് അതെ അതെ. ധനുഷ് നേരത്തെ പറഞ്ഞ 100 കിലോമീറ്റർ ചുറ്റി അവന് അമേരിക്കയ്ക്കും ടാക്സ് കൊടുത്ത് അവന്റെ കപ്പൽ ചാലിനും ടാക്സ് കൊടുത്ത് അവന്റെ ഉം, ആകാശപാതയ്ക്കും ടാക്സ് കൊടുത്ത് വരുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഈ കാര്യം നടക്കുകയും ഉം, ചെയ്യും. ഇങ്ങനെ ഒരു ഉം, സാധ്യത വളരെ കൂടുതൽ. അത് പാകിസ്ഥാനെ പൂർണ്ണമായി അവോയ്ഡ് ചെയ്യുന്നു. കാരണം ഈ മേഖലയിൽ അമേരിക്കയ്ക്ക് ആകെ ബന്ധമുള്ളത് പാകിസ്ഥാനുമായിട്ട് മാത്രമാണ്. ഒരു ക്ലോസ് റിലേഷൻ എന്ന് ഉം, പറയാൻ പറ്റുന്നത്. ആ ഉം, പാകിസ്ഥാനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ ഇവിടെ വേറൊരു വിഷയം ഉം, കൂടെ ഉണ്ട്. ഈ ഖൈബർ പക്തൂൺ മേഖലയുണ്ട്. ഈ ഖൈബർ പക്തൂൺ മേഖലയിൽ കൂടെ ഈ പാത കടന്നു പോകേണ്ടതായിട്ട് വരും. ഈ ഖൈബർ പക്തൂൺ ഉം, മേഖല എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്നും ഒരു സ്വതന്ത്ര രാജ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ്. ഉം, കാരണം അവിടെ ഈ ഖാലിസ്ഥാൻ ഇതിന്റെ പിന്നിൽ ഇന്ത്യ ആണെന്നാണ് പറയുന്നത്. അവിടെ നടക്കുന്ന ഉം, ക്രമസംഭവങ്ങളുടെയൊക്കെ പേരിൽ ഇന്ത്യ ആണെന്നാണ് അവർ പറയുന്നത്. അപ്പം ആ ഒരു മേഖലയിൽ കൂടാണ് ഇത് കടന്നു പോകുന്നത്. അപ്പൊ അവർക്കും കുറെയൊക്കെ ഒരു ആശ്വാസം വരും. ഈ ചൈനയോട് കാണിച്ച എതിർപ്പ് ഈ പാത വരുമ്പോൾ അവർ കാണിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ഉം, സ്വാഭാവികമായി ഉം, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ വലിയ അലമ്പുണ്ടാക്കാനുള്ള സാധ്യതയും ഇല്ല. ഈ അമേരിക്ക വലുതായി വലിയ സാമ്പത്തിക സഹായം പാകിസ്ഥാന് കൊടുക്കാനും സാധ്യതയില്ല. കാരണം അവരുടെ കയ്യിൽ നിന്നും തിരിച്ചു കിട്ടാനും പോകുന്നില്ല. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ച് ചൈനയൊന്നും പിണക്കാതെ മുമ്പോട്ട് പോകുന്നത് നയവ്. അപ്പൊ അത് ഉം, പാക് അധിനിവേശ കാശ്മീർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വലിയൊരു പാത, അതായത് ലോകത്തിന്റെ ഒരു വലിയ വിപണിയും വലിയ ശക്തികളും കൂടിച്ചേരുന്നു. ഒപ്പം ഇതിനോടൊപ്പം തന്നെ ഉം, അഫ്ഗാനിസ്ഥാന്, ഇറാന് പോലെയുള്ള ആ, ഉം. വികസനം എത്തിയിട്ടില്ലാത്ത രാജ്യങ്ങൾക്ക് അത് വലിയ ഡെവലപ്മെന്റിന് വഴി അതെ തുറക്കുകയും അതെ അതെ. ചെയ്യുന്നു. അതായത് നമ്മളെല്ലാരും കൂടെ, അതായത് നമ്മളൊന്നും വലിയതായിട്ട് ഗതി പിടിച്ച ആൾക്കാരൊന്നും അല്ല. ഈ ഇന്ത്യ ആയാലും റഷ്യ ആയാലും ഒക്കെ. എന്നാൽ നമ്മളുടെ ഉം, കുടുംബത്തിലെ നല്ല ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇച്ചിരി രക്ഷപ്പെട്ടിട്ടുള്ള ആൾക്കാരില്ല, രക്ഷപ്പെടാൻ പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ചൈനയും ഇന്ത്യയും ഒക്കെയാണ് ഇനി മുമ്പോട്ട് പോകാൻ പോകുന്ന ഉം. ഇച്ചിരി പൈസക്കാരാകാൻ പോകുന്ന രണ്ടുപേര്. അപ്പൊ ഇവരുടെ ഏഷ്യൻ പിന്നിൽ കോണ്ടിനെന്റില്. റഷ്യ ഉൾപ്പെടെ അപ്പം റഷ്യ പോലെ ശക്തമായ ഒരു ആയുധ രാജ്യം കൂടി, ആയുധ കരുത്തിൽ ശക്തനായ ഒരു രാജ്യം ഉം, കൂടി എത്തുന്നു. അപ്പൊ അവിടത്തേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പിന്നെ അമേരിക്കയ്ക്ക് ഒരു എൻട്രി പോലും ഇങ്ങോട്ടേക്ക് ഉണ്ടാകില്ല. അവിടെയാണ് അമേരിക്ക കറക്റ്റ്. ഭയക്കുന്ന ഒരു കാര്യം. ഇപ്പൊ തന്നെ ഗൾഫിലേക്ക് അവർക്ക് യാതൊരു ആക്സസും ഇപ്പൊ നിലവിലില്ല. മുമ്പ് അവർ എണ്ണ ഉം, വിപണി വരെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഡോളർ ഇന്ന് മാറിയിട്ട് അവിടേക്ക് രൂപ കടന്നു വന്നിരിക്കുന്നു. ഇപ്പൊ ചൈന പുതിയൊരു ഡിമാൻഡ് വെച്ചിരിക്കുന്നു. ചൈനയുടെ നാണയം കൂടെ ഉം. ഇതേപോലെ രൂപ പോലെ ആക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത് സൗദി മിക്കവാറും യെൻ. അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഉം, എന്നൂടെ അങ്ങനെ ആക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മൊത്തം ഡോളർ തന്നെ ഇപ്പൊ തന്നെ അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. ഉം, അവിടെ ഈ അമേരിക്കയുടെ അപ്രമാദത്വം ഏഷ്യൻ രാജ്യങ്ങളുടെ മുഖത്ത് നടക്കാത്തൊരു സാഹചര്യം. പിന്നെ യൂറോപ്യൻ കൺട്രീസിലാണെങ്കിലും പഴയ കണക്ക് അമേരിക്കയാരും വില വെക്കുന്നൊന്നുമില്ല. ആ ഒരു ഉം, രീതിയിലേക്ക് അവര് പോകുന്നു. ഇവിടെ ഇതിനകത്ത് അമേരിക്കയ്ക്ക് ചില ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും. ഇതിനകത്ത് രസകരമായ ഒരു കളി കൂടെ ഇതിനകത്ത് വരാൻ പോകുന്നു. ഡൊണാൾഡ് ട്രംപ് ഉം. ആണ് അമേരിക്കയിൽ പുതിയ പ്രസിഡന്റായിട്ട് വരുന്നതെങ്കിൽ ഈ അതെ പറയുന്ന അതെ. കാര്യങ്ങളൊക്കെ വളരെ സ്പീഡിൽ നടക്കും. ഉം, അതുകൊണ്ടാണ് ഈ ഇന്ത്യ രഹസ്യമായിട്ടോ അല്ലാതെയൊക്കെ ട്രംപിന് പിന്നിൽ അണിനിരക്കുന്ന ഒരു കാര്യമാണ്. കാരണം ട്രംപ് വന്നു ഉം, കഴിഞ്ഞാൽ ഉം, ട്രംപിനെ സംബന്ധിച്ച് പുള്ളി വലിയ കാര്യഗൗരവമായിട്ട് ചിന്തിക്കത്തില്ലെങ്കിൽ പോലും പെട്ടെന്ന് ഇങ്ങനെയുള്ള ഉം. കാര്യങ്ങളിലൊക്കെ പുള്ളിക്ക് താല്പര്യമുള്ള ഒരു കേസാണ്. അപ്പൊ അങ്ങനെ അതെ അതെ. വന്നു കഴിഞ്ഞാൽ ഇതിനകത്തൊരു വലിയ നീക്കം നടക്കുകയും ചെയ്യും.
ഇതാണ് ഉം, ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു ഇത്. അതുകൊണ്ട് പാക് അധിനിവേശ കാശ്മീർ പിടിക്കുന്നത് എന്തിന് വേലിയിലിരിക്കുന്ന വയ്യാവേലി എന്തിന് നമ്മൾ എടുത്തു വെച്ചതെന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് പറയാനുള്ള ഏറ്റവും നല്ല മറുപടി, അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിന്റെ ഒരു വലിയ പവറായി മാറുകയാണ്. അതൊരു ചെറിയ ഉം. ഒരു കഷ്ണം സ്ഥലം മാത്രമല്ല നമ്മളെ സംബന്ധിച്ച്, അവിടെയുള്ള കുറെ ജനം അതെ. മാത്രമല്ല നമ്മളെ സംബന്ധിച്ച്. അനി അവിടുത്തെ ജനം ഇവിടെ പിന്നെ ഉയരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആളുകൾ പറയുന്നതിനകത്തും കാര്യങ്ങളില്ലാതില്ല. അവർ പറയുന്നത് ഉം. ഈ ഇവന്മാരൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീവ്രവാദം ഭയങ്കരമായിട്ട് വളരില്ലേ, ശക്തമാകില്ലേ എന്നൊക്കെയാണ്. പക്ഷെ അവിടുത്തെ അതെ. സാധാരണപ്പെട്ട ഒരു ജനവിഭാഗമുണ്ട്. ആ ഒരു ജനവിഭാഗത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വികസനം എത്തിയിട്ടില്ല. കറണ്ട് പോയി കഴിഞ്ഞാൽ മാസങ്ങളോളം കറണ്ട് ഇല്ലാത്ത അവസ്ഥ, സ്വന്തമായിട്ട് വീടില്ലാത്ത അവസ്ഥ, ഒന്നും ഉം. അവരുടേതല്ലാത്ത അവസ്ഥ. ഇവർക്ക് നിയമപരമായ ഒരു സഹായം കിട്ടാൻ ഒരു കോടതിയെ സമീപിക്കാനില്ല. ഏത് കോടതിയിലാണ് ഇവർ ഉം. പോകുന്നത്? ഏത് നിയമത്തിന് കീഴിലാണ് പോകുന്നത്? ഒരു പാവ സർക്കാർ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് നടക്കുമെന്ന് നമ്മൾ പറയാനുള്ള കാരണം, ഈ അടുത്ത കാലത്തൊന്നും പാകിസ്ഥാൻ അന്താരാഷ്ട്ര വേദികളിലൊന്നും പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ച് ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇതുവരെ മിണ്ടിയിട്ടില്ല. ഉം. രണ്ടാമത്, ഒരു 2 മാസം മുമ്പ് പാക് ഹൈക്കോടതിയുടെ ഒരു വിധിയിൽ അവർ പറയുന്നുണ്ട്, പാക് അധിനിവേശ കാശ്മീർ പാകിസ്ഥാന്റെ നിയമങ്ങൾ അല്ല അവിടെ ബാധകം, പാക് അധിനിവേശ കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗവുമല്ല, അതൊരു ഉം. സ്വതന്ത്ര പ്രദേശമാണ്, അവരുടെ ഭരണഘടനയും അവരുടെ നിയമവും അനുസരിച്ച്. കാരണം ഈ അതെ. പാക് അധിനിവേശ കാശ്മീരിലുള്ള ഒരു പ്രതിക്ക് സമൻസ് അയക്കണമെന്നും പറഞ്ഞിട്ട് ഒരു ഹർജി വന്നിരുന്നു പാക് ഹൈക്കോടതി. അപ്പൊ ഹൈക്കോടതി പറഞ്ഞത് നമ്മുടെ പാകിസ്ഥാന്റെ നിയമം പാക് അധിനിവേശ കാശ്മീരിൽ നടക്കില്ല, നമ്മുടെ നിയമമല്ല, അത് ഉം. സ്വതന്ത്ര രാജ്യം, ഒരു സ്വതന്ത്ര പ്രദേശമാണ്, രാജ്യം എന്ന് പറഞ്ഞത് സ്വതന്ത്ര ഉം. പ്രദേശമാണെന്നാണ് പറഞ്ഞത്. ഉം. ഇവിടെ ഈ ഇപ്പൊ റഷ്യയുമായിട്ട് ഇന്ത്യ അടിക്കടിയുള്ള സന്ദർശനം ഒരു ഭാഗത്ത് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, മറുഭാഗത്ത് എസ് ജയശങ്കറും ഗോവലും അടക്കമുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉം. ചൈനയുമായിട്ടുള്ള ഭയങ്കരമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഉം. കണക്ഷൻ സാധ്യമാവുകയാണ് എങ്കിൽ ഒരു തുള്ളി രക്തം പോലും പൊടിയാതെ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകും. കാരണം പാകിസ്ഥാൻ തന്നെ പറയുന്നുണ്ട് അതൊരു സ്വതന്ത്ര പ്രദേശമാണ്. അവിടുത്തെ ജനങ്ങള്, എനിക്ക് തോന്നുന്നു ഒരു 3 മാസം, മൂന്നല്ല, ഒരു 6 മാസം മുമ്പ് ഒരു വലിയ പ്രതിഷേധം അവിടെ അരങ്ങേറിയിരുന്നു. ഉം. അവിടെ കുറെ സ്കൂൾ കുട്ടികളൊക്കെ വെടിവെപ്പിൽ, പാക് സൈന്യത്തിന് വെടിവെപ്പിൽ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു. അപ്പൊ ആ ഒരു സാഹചര്യത്തില് ആഹ് അവിടെ അവരെ ഉയർത്തിയ പ്ലക്കാർഡിൽ ചിലതൊക്കെ നരേന്ദ്രമോദിയുടെ പടമുള്ള പ്ലക്കാർഡുകളായിരുന്നു. ഇന്ത്യ ഞങ്ങളെ രക്ഷിക്കണമെന്നുള്ള ഒരു മുദ്രാവാക്യങ്ങളായിരുന്നു അവിടെ മുഴങ്ങിയത്. അപ്പൊ അവിടുത്തെ ഉം. ജനം ഉം. ആഗ്രഹിക്കുന്നത് ജമ്മു കാശ്മീരിനെ പോലൊരു വികസനം ഞങ്ങൾക്കും ഉണ്ടാകണം എന്ന് അവർ കരുതുന്നു. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് അവർ പറയുന്നത് ഞങ്ങളുടെ സഹോദരങ്ങളാണ്, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അവർ. അതായത് ഉം. വെട്ടിമുറിക്കപ്പെട്ട് അപ്പുറത്ത് പോയി നേരം ഞങ്ങളുടെ ബന്ധുക്കളും എല്ലാ റിലേറ്റീവ്സുകളും ഒക്കെ ഉണ്ട് അവിടെ. അവർക്ക് ബന്ധുക്കളും ഉം. സ്വന്തക്കാരുമാണ്, അവർ വരട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ അങ്ങനെ വലിയ ഉം. ജനസംഖ്യ ഒന്നും ഉള്ള ഒരിടമല്ല. പിന്നെ ഈ പാക് അധിനിവേശ കാശ്മീരിലുള്ള ജനമല്ല തീവ്രവാദികൾ. പാക് അധിനിവേശ കാശ്മീരിലേക്ക് ഈ ഉം. ഭീകരരുടെ ലോഞ്ചിങ് പാഡുകൾ നിർമ്മിക്കുന്നത് പാകിസ്ഥാനാണ്. അവർ അഫ്ഗാനിൽ അതെ. നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് ഈ ടെററിസ്റ്റുകളെ അവിടെ കൊണ്ട് ട്രെയിൻ ചെയ്യിക്കുകയും അവിടെ വെച്ചിട്ട് ഇത് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അല്ലാതെ അവിടുത്തെ ഉം. സാധാരണപ്പെട്ട ജനമല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഇടനാഴി ഇന്ത്യ പിടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉം. സൈനികപരമായി നമുക്കതൊരു നേട്ടം തന്നെയാണ്. കാരണം പാകിസ്ഥാൻ മേലും ഒക്കെ ഒരു നേട്ടമാണ്. മറ്റൊന്ന് ട്രേഡിംഗ് പരമായ നേട്ടമാണ്. അപ്പൊ ഉം. സ്വാഭാവികമായും നമ്മുടെ അണ്ടറിലേക്ക് വരുന്ന ഒരു ചെറിയ പ്രദേശം മാത്രമായിട്ട് അത് മാറുമെന്നുള്ളതാണ്. അത് വലിയ കിലോമീറ്റർ ഒന്നും ഇല്ല, വലിയ ദൂരമൊന്നുള്ള സ്ഥലമൊന്നും ഉം. അല്ലത്. ഉം. അപ്പം ഉം. എല്ലാം കൊണ്ടും ആ ഒരു പഴയ സഖ്യം തിരിച്ചു വരും. ആ സഖ്യത്തിലേക്ക് ഒരു പക്ഷെ ചൈന കൂടി വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ചൈന ഉം. കൂടി എത്തിയാൽ ഈ ഇവിടുത്തെ ഇപ്പോഴുള്ള ചേരികൾ തന്നെ തകിടം മറിഞ്ഞ് വേറൊരു രീതിയിലേക്ക് പോകും. ഭാവിയിൽ ഒരുപക്ഷെ ഇന്ത്യ ചൈന അച്ചുതണ്ട് വന്നെന്നും ഇരിക്കാം. ഇപ്പൊ നമ്മളിപ്പോ ഉം. പൊതുവെ പറയും ചൈനയെ നമ്മൾ നമ്പരുത്, വിശ്വസിക്കരുതെന്ന് പറയും. നമ്മൾ ഇപ്പോഴും ആ സ്റ്റാൻഡിൽ തന്നെയാണ്. അവരെ നമ്പണ്ട, വിശ്വസിക്കണ്ട. പക്ഷെ നേട്ടങ്ങൾക്ക് വേണ്ടി ഒന്നിക്കാമല്ലോ. കാരണം ഒരു ഉം. വഴിത്തർക്കമാണെങ്കിൽ എല്ലാവരും കൂടെ, നമ്മുടെ ശത്രുക്കളും മിത്രങ്ങളും എല്ലാം കൂടെ സഹകരിച്ച് എല്ലാവർക്കും നടക്കാൻ ഒരു വഴി കിട്ടുമെങ്കിൽ നമ്മൾ അതല്ലേ നോക്കേണ്ടത്. അതല്ല നമ്മുടെ അതെ. അതെ. ശത്രുവാണ് നമുക്ക് വഴി വേണ്ടെന്ന് നമുക്ക് പറയുന്നതിനും ഇതില്ല. അപ്പം അങ്ങനെ ഒരു ഉം. ട്രേഡിങ്സിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഉം. ഇന്ത്യക്കും ഇപ്പോഴൊരു വലിയ തർക്കത്തിനും യുദ്ധത്തിനൊന്നും പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും അല്ല ഇപ്പോൾ. ഉം. കാരണം നമ്മളും ഇപ്പൊ സാമ്പത്തിക ശക്തിയായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു യുദ്ധമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വളരെ പിന്നാക്കം പോകും. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതിന്റെ ഒരു പ്രസക്തി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉം. അധികം വൈകാതെ അതുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ അതെ. റഷ്യയിലേക്കുള്ള അടിക്കടിയുള്ള പോക്ക് തന്നെ അതിനെയാണ്. ഉം. ഉം. അതുപോലെ തന്നെയാണ്, അത് തന്നെയാണ് പറയാനുള്ളത് ചേട്ടാ. അധികം വൈകാതെ അത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശുഭസൂചനയാണ് കാണുന്നത്. കാരണം ഈ ലഡാക്കിൽ അതിർത്തി തർക്കത്തിൽ ചേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പോ 31 ചർച്ചകൾ നടത്തിയതിലും 30ഉം അടിച്ചു പിരിയുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ 31ാമത്തെ ചർച്ച നമ്മൾ ചായ കുടിച്ച് പിരിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അവിടെയുള്ള വിദേശകാര്യ മന്ത്രി ഇന്ത്യയുമായിട്ട് ട്രേഡ് ലിങ്ക്സുകൾ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് പറയുന്നു. നമ്മുടെ രാജ്യവുമായിട്ട് കൂടുതൽ സഹകരിക്കണമെന്ന് പറയുന്നു. അവിടെയുള്ള വ്യവസായികൾ ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ ഭയങ്കരമായി താല്പര്യം കാണിക്കുന്നു. പോരാത്തതിന് ഇന്ത്യ ചൈന ആ ഒരു ട്രേഡ്, അതിന്റെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ട്രേഡ് ചൈന നടത്തിയിരിക്കുന്നത് ഇന്ത്യയിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതൊക്കെ ചേർത്ത് വായിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും
ചൈനയ്ക്കും ഇതിനകത്ത് താല്പര്യമുണ്ടോ എന്നുള്ളൊരു സംശയം ബലപ്പെടുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റൂ. ഈ വഖാൻ ഇടനാഴി എന്ന് പറയുന്നത് നേരത്തെ ഉള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അത് എങ്ങനെ ഇന്ത്യ കൈക്കലാക്കും? കാരണം ആ ഇടനാഴി ഇന്ത്യക്ക് തുറന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ കടൽ മാർഗത്തെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട അവസ്ഥ പോലും വരില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ ഇടയിൽ ആകപ്പാടെ വിഘാതമായിട്ട് നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഭീകരവാദികളാണ്. അതിലേക്ക് നമ്മുടെ ട്രേഡ് ലിങ്കുകൾ പോകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ആക്രമണങ്ങളാണ്. പാകിസ്ഥാനിൽ തമ്പുറപ്പിച്ചിരിക്കുന്ന ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ ത്വയ്ബ എന്നിങ്ങനെയുള്ള ഭീകരവാദികളാണ്. അതുപോലെ സമാനമായിട്ട് ഒരു ഇടനാഴി ഇവിടെ UAE-യിലും തുറക്കാനായിട്ട് നരേന്ദ്രമോദി പോയിട്ടുണ്ട്, ഒരു കപ്പൽ പാത. അവിടെയും ഇത് വിഘാതമായിട്ട് നിൽക്കുന്നത് സൊമാലിയയിലെ കടൽ കൊള്ളക്കാരാണ് എന്നിങ്ങനെയുള്ള റിപ്പോർട്ട് ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് രാജ്യങ്ങൾ തമ്മിൽ ഇത്തരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഭീകരവാദികൾ മാത്രമാണ് നമുക്ക് മുമ്പിൽ നിൽക്കുന്നത്. പിന്നെ ആ ഭീകരവാദികളെ സ്പോൺസർ ചെയ്യുന്ന അമേരിക്ക, അതൊരു വലിയ പോയിന്റാണ്. അമേരിക്ക ആ ഭീകരവാദികളെ സ്പോൺസർ, അത് വഴിയാണ് അമേരിക്ക കളിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇസ്രായേലിനെതിരെ ഇറാൻ ഹിസ്ബുള്ളയെ പടച്ചുവിടുന്നത് പോലെ അമേരിക്കയാണ് ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ ത്വയ്ബ എന്നിവർക്കൊക്കെയുള്ള ഭീകരവാദ ഫണ്ടുകൾ നൽകുന്നത്. അതുപോലെയായിരുന്നു ഒസാമ ബിൻ ലാദനെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നത്. അവസാനം ഒസാമ ബിൻ ലാദൻ അമേരിക്കയുടെ തന്നെ ഇതൊന്നു വേൾഡ് ട്രേഡ് സെന്റർ തകർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അത് വലിയൊരു തിരിച്ചടിയായിപ്പോയി. എന്തായാലും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലോട്ടൊന്നും എത്താനായിട്ട് ഈ ഘട്ടത്തിൽ, കാരണം ഇപ്പോൾ ഒരു ഡിജിറ്റൽ ലോകമാണല്ലോ, ഇപ്പൊ എല്ലാവരും പരസ്പരം ഡിജിറ്റലി കണക്റ്റഡ് ആണ്. ആ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പരസ്പരം അറിയാവുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു ഘട്ടത്തിലോട്ടൊന്നും പോകില്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു പത്രം വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ പുസ്തകങ്ങൾ റെഫർ ചെയ്യേണ്ടി വരും. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് കൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ് എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് അറിയാനും സാധിക്കും. എന്തായാലും ഭാവിയിൽ വഖാൻ ഇടനാഴി ഇന്ത്യ പിടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഗിൽസ്റ്റ് ബാൾട്ടിസ്ഥാനൊക്കെ ഇന്ത്യയുടെ ഭാഗമാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട് പാക് അധീന കശ്മീർ ഇന്ത്യക്ക് ഒരു തലവേദനയാണെന്ന്. പക്ഷെ അത് അങ്ങനെ അല്ല എന്ന് ബിജുചേട്ടൻ വിശദീകരിച്ചപ്പോൾ വളരെ ഗംഭീരമായിരുന്നു വിശദീകരണം. അത് വിശദീകരിച്ചപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തായാലും താങ്ക് യു ബിജുചേട്ടൻ, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.